വിയറ്റ്നാമിൽ വീശിയടിച്ച യാഗി ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും മരിച്ചവരുടെ എണ്ണം 143ആയി. 59 പേരെ കാണാതായി. ഏകദേശം 2,10,000 ഹെക്ടർ കൃഷി നശിച്ചതായാണ് കണക്കുകൾ. ഈ വർഷം ഏഷ്യയിൽ വീശുന്ന ഏറ്റവും തീവ്രതയേറിയ ചുഴലിക്കാറ്റായ യാഗി കഴിഞ്ഞ ദിവസമാണ് വിയറ്റ്നാമിൽ തീരം തൊട്ടത്. വിയറ്റ്നാമിൽ വീശിയടിച്ച യാഗി ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ കനത്ത മഴ വടക്കൻ വിയറ്റ്നാമിലുടനീളം മണ്ണിടിച്ചിലിനും വെള്ളപ്പൊക്കത്തിനും കാരണമായി. ഹനോയിലെ റെഡ് നദിയിൽ ജലനിരപ്പ് ഓരോ മണിക്കൂറിലും 10 സെന്റിമീറ്റർ ഉയരുന്നതായാണ് റിപ്പോർട്ടുകൾ. താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചതായി അധികൃതർ അറിയിച്ചു. വെള്ളിയാഴ്ച തെക്കൻ ചൈനയിലെ ഹൈനാൻ ദ്വീപിലൂടെ കടന്നുപോയ ചുഴലിക്കാറ്റ് 8 ലക്ഷത്തോളം പാർപ്പിടങ്ങളുടെ നാശത്തിന് കാരണമായെന്നാണ് റിപ്പോർട്ട്. ചുഴലിക്കാറ്റ് ആദ്യം തീരം തൊട്ട ഫിലിപ്പീൻസിൽ 16 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ചുഴലിക്കാറ്റ് മൂലം വിയറ്റ്നാമിന്റെ വടക്കൻ പ്രവിശ്യയിൽ ദശലക്ഷക്കണക്കിന് ഡോളറിന്റെ നഷ്ടമുണ്ടായതായാണ് പ്രാഥമിക വിലയിരുത്തൽ. ശനിയാഴ്ച മണിക്കൂറിൽ 149 കിലോമീറ്റർ വേഗത്തിൽ വീശിയടിച്ച യാഗി രാജ്യത്ത് അടുത്തിടെയുണ്ടായ ഏറ്റവും വലിയ ചുഴലിക്കാറ്റാണ്. ഞായറാഴ്ചയോടെ ചുഴലിക്കാറ്റ് ദുർബലമായെങ്കിലും മേഖലയിൽ ശക്തമായ മഴയുണ്ട്. പലയിടത്തും വീണ്ടും വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ടെന്ന് വിയറ്റ്നാം കാലാവസ്ഥാ ഏജൻസി മുന്നറിയിപ്പ് നൽകി. യാഗി ചുഴലിക്കാറ്റിനെ തുടർന്ന് ഫിലിപ്പീൻസിൽ 20 പേരും ദക്ഷിണ ചൈനയിൽ 4 പേരും മരിച്ചിരുന്നു. സമുദ്രത്തിന്റെ താപനില കൂടുന്നത് മൂലം ചുഴലിക്കാറ്റിന്റെ ശക്തി വർദ്ധിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. തെക്കൻ ചൈനാക്കടലിൽ ഓഗസ്റ്റ് 30-നാണ് ഇത് രൂപം കൊണ്ടത്. മണിക്കൂറിൽ 149 കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് വീശുന്നത് എന്നാണ് റിപ്പോർട്ട്. കാലാവസ്ഥാ വ്യതിയാനം മൂലം സമുദ്രത്തിൽ താപനില ഉയരുന്നതാണ് കടുത്ത ചുഴലിക്കാറ്റുകൾക്ക് കാരണമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ വ്യക്തമാക്കി. ചൈന, തായ്ലൻഡ്, ലാവോയ്, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളെയാണ് യാഗി ബാധിച്ചത്. ജപ്പാനാണ് ചുഴലിക്കാറ്റിന് യാഗി എന്ന് പേരിട്ടത്.